ശരത് നവരാത്രിയിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് പൂജവെപ്പ്. ഗ്രന്ഥങ്ങൾ, പഠനോപകരണങ്ങൾ എന്നിവ ദേവിക്ക് മുന്നിൽ സമർപ്പിച്ച് പൂജിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും സരസ്വതി സങ്കല്പത്തിൽ പൂജവെപ്പ് നടത്താവുന്നതാണ്. ശരത് നവരാത്രിയിൽ അസ്തമയത്തിന് അഷ്ടമി തിഥി വരുന്ന സമയത്താണ് പൂജ ചെയ്യേണ്ടത്. അന്ന് വൈകുന്നേരത്തോടെ തൊഴിലാളികളും കരകൗശല പണിക്കാരും ഉദ്യോഗസ്ഥരും എല്ലാവരും അവരുടെ തൊഴിലുപകരണങ്ങൾ പൂജയ്ക്ക് വേണ്ടി സമർപ്പിക്കണം. സ്വന്തം വീട്ടിലോ ക്ഷേത്രത്തിലോ പൂജ വെക്കാം. വീട്ടിലാണെങ്കിൽ ശുദ്ധിയുള്ള സ്ഥലത്തോ പൂജാമുറിയുള്ളവർ അവിടെയോ പരമാവധി മനഃശുദ്ധിയോടെ പൂജ വെക്കണം. നവമി ദിവസം അടച്ചുപൂജയാണ്. ഇന്ദ്രിയങ്ങളെ പുറത്തു നിന്നും അകത്തേക്ക് പിൻവലിച്ച് ഇരിക്കുന്നതാണ് അടച്ചുപൂജ. ആ സമയത്ത് എല്ലാ ഇന്ദ്രിയങ്ങളും ഒന്നിൽ കേന്ദ്രീകരിച്ച് നമ്മെ ദേവിയുമായി താതാത്മ്യത്തിലെത്തിക്കുവാൻ ശ്രമിക്കണം. നവരാത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങും ഇതുതന്നെയാണ്. അതിന് ദുഷിച്ച കാര്യങ്ങൾ കാണാതിരിക്കുക, കേൾക്കാതിരിക്കുക, പറയാതിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇന്ദ്രിയങ്ങൾ പരിശുദ്ധമാകും, ഈശ്വരപ്രാപ്തിക്ക് സന്നദ്ധമാകും. ചീത്ത വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കില്ല എന്ന് തീരുമാനിക്കണം. കാണുന്നത് നല്ല കാര്യങ്ങൾ. രൂക്ഷമായ തീക്ഷ്ണമായ ആഹാരങ്ങൾ ഒഴിവാക്കണം. ആഹാരം പാഴാക്കാതിരിക്കുക, ശുചിത്വം പാലിക്കുക എന്നിവയും വേണം. മഹാനവമിയിലെ അടച്ചുപൂജയുടെ അന്തരാർത്ഥവും ഇതുതന്നെ. മഹാനവമിയിലെ അടച്ചുപൂജയിൽ നിന്ന് ജ്ഞാനത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും വിജയത്തിലേക്ക് തുറക്കുന്ന ദിനമാണ് വിജയദശമി. 9 രാത്രിയിലെ കഠിനവ്രതത്താൽ ശുദ്ധീകരിക്കപ്പെട്ട മനസ്സും ശരീരവുമായി ജ്ഞാനസമുദ്രത്തിൽ നീന്തി തുടിക്കുവാനുള്ള വിജയദശമി. നവരാത്രി ആഘോഷങ്ങളുടെ സമാപനത്തിലാണ് വിദ്യയുടെ ആരംഭം. എല്ലാ വിദ്യകൾക്കും തുടക്കം കുറിക്കുവാൻ ഈ ദിവസം ഏറ്റവും അനുകൂലമാണ്. തിഥി അടിസ്ഥാനപ്പെടുത്തിയാണ് നവരാത്രി ആഘോഷം ചിട്ടപ്പെടുത്തുന്നത്. തൃതീയ മുതൽ പഞ്ചമി വരെ ഈ വർഷം 60 നാഴികയിലും അധികം വന്നതിനാൽ ഇത്തവണ 9 ദിവസമല്ല 11 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ആഘോഷങ്ങൾ. ഇത്തവണത്തെ 10ാം ദിവസമാണ് മഹാനവമി. 11ാം ദിവസം വിജയദശമി. 4 ദിവസമായാണ് പുസ്തകപൂജ വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ സാധാരണയായി 9 രാത്രികളും 10 പകലുമാണ് നവരാത്രി ആഘോഷിക്കുന്നതെങ്കിലും ഇത്തവണ 10 രാത്രികളും 11 പകലുമാണ് ആഘോഷം. അസ്തമയത്തിൽ അഷ്ടമി തിഥി വരുന്ന ദിവസമാണ് പൂജവെപ്പ്. സെപ്റ്റംബർ 29 പകൽ 4:32 അഷ്ടമി തുടങ്ങുന്നതിനാൽ അന്നാണ് പൂജ വെക്കേണ്ടത്. ആയുധങ്ങൾ പൂജ വെക്കേണ്ടത് 30 വൈകിട്ടാണ്. ദശമി തിഥി ഉദയം മുതൽ 6 നാഴികയെങ്കിലും വരുന്ന ദിവസം പൂജയെടുപ്പും വിദ്യാരംഭവും ആചരിക്കണം. ഈ വർഷം ഒക്ടോബർ 2 പൂജയെടുപ്പും വിദ്യാരംഭവും. കേരളത്തിൽ പുസ്തകങ്ങൾ പൂജ വയ്ക്കുന്നതിനുള്ള സമയം 29 വൈകിട്ട് 6:12 മുതൽ 7:20 വരെയാണ്. ഗ്രന്ഥങ്ങൾ പൂജയെടുക്കുന്നതിനും വിദ്യാരംഭത്തിനും ഒക്ടോബർ 2 കാലത്ത് 5:12 മുതൽ അനുകൂലം. 9:16 വരെ വിദ്യാരംഭത്തിന് ജ്യോതിഷപരമായി ഉത്തമമാണ്. അപ്പോൾ മുതൽ വിജയദശമി വരെ ഒരുവിധ അധ്യയനവും പാടില്ല. വിദ്യാരംഭത്തിന് മുമ്പ് ശിവങ്കൽ ദർശനം നടത്തി ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ വെറ്റില, അടയ്ക്ക, നാണയം ഇവ സമർപ്പിക്കണം. കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗത്തിനും ദക്ഷിണ നൽകണം.